തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 5 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 9 വരെയും വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയും തിരുവചനങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. ജീവിത വഴി ക്രിസ്തുവാണ് എന്നൊരു ബോധ്യത്തിൽ അവനെ അനുഗമിക്കാനായി വ്രതമെടുത്തവരാണ് നമ്മൾ. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഈ ഭൂമിയിൽ ക്രിസ്തു അപ്രകാരമായിരുന്നുവോ അപ്രകാരമായിരിക്കാം എന്ന നിശ്ചയമാണ് ആ വ്രതത്തിൻ്റെ പുറകിൽ. അപ്രകാരം ഇറങ്ങിപ്പുറപ്പെട്ട നാം ഏതു വഴിയിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവമായി ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈശോയെ അനുഗമിക്കാനായി കൂടെ വരട്ടെ എന്ന് ചോദിക്കുന്നവരോട് ക്രിസ്തു പറയുന്നുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. കുറുനരിക്ക് മാളങ്ങളുണ്ട്, പക്ഷികൾക്ക് ശിഖരങ്ങളുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ ചെല്ലുന്നവരോടാണ് ക്രിസ്തു പറയുക, നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ തല ചായ്ക്കാൻ ഇടമുണ്ടാവില്ല. ഇന്ന് യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറാകുന്നവർ എന്താണ് മനോഭാവമായിട്ട് വയ്ക്കുന്നത്? പലപ്പോഴും സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. എന്തും സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരുവനാണ്. അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരുവൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്നവൻ. ഒരാമേൻ പറയ്, ഇവനെല്ലാം ചെയ്തു തരുമെന്നാണ് പറയാം. അവനിങ്ങനെയാണ് പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ വരുന്നവർ ശ്രദ്ധിക്കണം, എനിക്ക് തല ചായ്ക്കാൻ ഇടയില്ല. ആകാശത്തിലെ പക്ഷികൾക്ക് ശിഖരങ്ങളുണ്ട്, കുറുനരിക്ക് മാളങ്ങളുണ്ട്, എനിക്ക് തല ചായ്ക്കാൻ ഇടമില്ല. എന്നെ അനുഗമിക്കുന്നത് ഈ ഭൗതികതയെ കണ്ടുകൊണ്ടായിരിക്കരുത് എന്ന് വ്യക്തമായി ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്, ഇവനോട് ചോദിക്ക്, ഇവനെല്ലാം തരും, ഈ തരുന്നവനാണ് ദൈവമെന്ന് ഒരു പാഠം. ഇതൊരു പഴയ നിയമ പാഠമാണ്, ഇത് ക്രിസ്തുവിലുള്ളതല്ല. ചോദിക്കുന്നതൊക്കെ തരുന്ന ഒരുവനായിട്ടല്ല, എല്ലാം ഉപേക്ഷിച്ച് പുറകെ പോകാൻ മനസ്സ് കാണിക്കണം ക്രിസ്തുവിൻ്റെ പിന്നാലെ. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. യേശു ക്രിസ്തുവിനെ അനുഗമിക്കാൻ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണമെങ്കിൽ നിശ്ചയമായും ഭൗതിക ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അതീതമായൊരു ജീവിതം നയിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. കഷ്ടതകളുടെ പുറകെ, ക്ലേശങ്ങളുടെ പുറകെ, സങ്കടങ്ങളുടെ പുറകെ നടക്കാൻ മനസ്സ് കാണിക്കുന്നവർ. അപ്പോൾ മാത്രമേ അവരെൻ്റെ കണ്ണീര് നമുക്ക് മനസ്സിലാകൂ, അവരെൻ്റെ വിശപ്പ് മനസ്സിലാകൂ, അവൻ്റെ കിടക്കാനിടമില്ലായ്മ മനസ്സിലാകൂ. കിടക്കാനിടമില്ലാത്ത ഒരുവനിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ പറ്റൂ. ആനുകാലിക ലോകത്ത് ബുദ്ധിമാന്മാരും പ്രാർത്ഥനാനുഭവമുള്ളവരായും ദൈവ അനുഗ്രഹമുള്ളവരുമായിട്ടൊക്കെ കരുതപ്പെടുന്നത് ആരെയാണ്? ഈ ലോകത്ത് കാണപ്പെടുന്നതെല്ലാം ഈ നേട്ടങ്ങൾ നേടിയ ആളുകളെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടോ, കർത്താവ് അനുഗ്രഹിച്ചത് കണ്ടോ എന്നല്ലേ ധ്യാനകേന്ദ്രങ്ങളുടെ സാക്ഷ്യങ്ങൾ, കൺവെൻഷൻ സെൻ്ററുകളുടെ സാക്ഷ്യങ്ങൾ. ഇയാൾ പ്രാർത്ഥിച്ചു, ഇയാളെ ദൈവം അനുഗ്രഹിച്ചു, ഇയാൾ ചോദിച്ചു, ഇയാൾക്ക് ദൈവം കൊടുത്തു, എന്ത് മഹോന്നതനായ ദൈവം. ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തിയാണെന്ന അർത്ഥത്തിലാണ് ഇന്ന് വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്തുവിനെ, ഇങ്ങനെയൊരു ക്രിസ്തുവിനെയാണ് ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്തു പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുമ്പോൾ കിടക്കാൻ ഒടാണ്ടാവുമെന്ന് വിചാരിക്കരുത്, എൻ്റെ കൂടെ വരുമ്പോൾ ചേക്കേറാനൊരു ശിഖരമുണ്ടാകുമെന്ന് കരുതരുത്, എൻ്റെ കൂടെ വരുമ്പോൾ എന്നെപ്പോലെ ആയിത്തീരാൻ പറ്റണം. സർവ്വം ഉപേക്ഷിക്കുന്നൊരുവനായി, സഹനങ്ങളിലേക്ക് പോകാൻ കെൽപ്പുള്ളവനായി, കുരിശിലേക്ക് നടന്നു പോകാൻ മനസ്സുള്ളവനായിട്ട് വരണം എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാരോട് ചോദിക്കുന്നുണ്ട്, ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുന്ന ഇത്ര ബോഷന്മാരായിപ്പോയോ നിങ്ങൾ? ക്രിസ്തു ക്രൂശിതനായിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തതെന്നാണ് ചോദിക്കുക. ഈ ലോക വ്യവസ്ഥയോട് താല്പര്യമുള്ളവരാക്കി നിങ്ങളെ മാറ്റിയത് ആരാണ്? ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ തക്ക ബോഷന്മാരാണോ നിങ്ങൾ? ഇന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. വിശ്വാസികൾ എന്ന നിലയ്ക്ക് അഭിമാനിക്കുന്നവർ സ്വയം ചോദിക്കണം, ആത്മാവിൽ ആരംഭിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിച്ചിട്ട് കുരിശിൻ്റെ പിന്നാലെ പോകാമെന്ന് പറഞ്ഞിട്ട് ലോക വ്യവഹാരങ്ങളിൽ കുടുങ്ങി ലോക താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും കേണുവീണ് അപേക്ഷിക്കുന്നവരുമായി തരം താണിട്ടുണ്ടോ നമ്മൾ എന്ന് വചനം ചോദിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വഴിയിലേക്ക് തിരിയാൻ പറ്റണം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് അവന് നീതിയായിട്ട് പരിഗണിക്കപ്പെട്ടു. എങ്ങനെയാണ് അബ്രഹാം വിശ്വസിച്ചത്? തൻ്റെ പിതൃഭവനത്തെ, തൻ്റെ സമ്പത്തിനെ, തൻ്റെ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ വഴിയെ ഇറങ്ങി പുറപ്പെടാൻ മനസ്സ് കാണിച്ചത് കൊണ്ടാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, സ്വന്തം പുത്രന് വരെ ബലിയർപ്പിക്കാൻ അബ്രഹാം മനസ്സ് കാണിക്കുന്നു. സ്വന്തം ജീവിതാവസ്ഥകളെ ഉപേക്ഷിച്ച് പിന്നാലെ പോകാനായിട്ട് അബ്രഹാം മനസ്സ് കാണിക്കുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസ പൈതൃകമുണ്ടെന്ന് അഭിമാനിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ. വിശ്വാസികളുടെ പിതാവെന്നൊക്കെയാണല്ലോ നമ്മൾ വിളിക്കുക. ക്രിസ്തുവിനെ അനുഗമിക്കാനായി എത്രത്തോളം ഈ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണമായ ഒരു നിലപാട് ഹൃദയത്തിൽ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കണം. ആനുകാലിക ലോകത്ത് നാം ഒരു മംഗളവാർത്തക്കാലത്തെ നേരിടുകയാണ്. മംഗളവാർത്തക്കാലത്തിലൂടെ കടന്നു പോവാണ്. മംഗളവാർത്തക്കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ യാത്ര ക്രിസ്തുവിനെ തേടിയുള്ളതായി മാറാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പിന്നാലെയുള്ളതായി മാറാൻ, ഒരു ക്രിസ്തു അനുഭവം, ഒരു വീണ്ടും ജനന അനുഭവം
ഹൃദയത്തിൽ പേറുന്നൊന്നായി മാറാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അപ്രകാരമായിത്തീരണമെങ്കിൽ ആദ്യം വേണ്ടത് നിലപാട് മാറ്റമാണ്. ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന ഒരു ഇടുകുടുക്കെ ചോറും കറിയല്ല പ്രതീക്ഷിക്കേണ്ടത്. ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു ബലിയുടെ സ്വഭാവമാണ്. അത് സാക്രിഫിഷ്യലായ ഒരു സ്നേഹാനുഭവത്തിലേക്ക്, ആത്മാർപ്പണത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ ഉയർത്തണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.